ഗായ്സ് മലയാളി കോളിക്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും അടിച്ചു കയറി ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നാട്ടിലെ ഊബർ ഈറ്റ്സ് എങ്ങനെ ന്യൂസിലൻഡിൽ വന്നിട്ട് ഊബർ ഈറ്റ്സ് ഓടിക്കാനുള്ള ഒരു എപ്പിസോഡാട്ടോ. അതാണ് ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എന്നേക്കാൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന സൻഷൈനായിരിക്കും എങ്ങനെയാണ് ഇവിടുത്തെ ഊബർ ഈറ്റ്സ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത്, അത് എവിടുന്ന് എങ്ങനെയാ വാങ്ങുന്നത്, കറക്റ്റ് നമുക്ക് എത്ര രൂപ കിട്ടും, പെർ ഡേ ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, ഇതിന്റെ പ്രോസസ്സിങ്, ഇതിന്റെ രീതികൾ എങ്ങനെയാന്നുള്ളത് നമ്മൾ വഴിയെ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് അങ്ങനെ തെറിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ വിദേശത്തുള്ള മലയാളികളില് കൊച്ചിനെയൊക്കെ പുറകിലിരുത്തി ഊബർ ഓടണ ആദ്യത്തെ മലയാളികൾ ഞങ്ങളായിരിക്കും കേട്ടോ തോന്നുന്നു. ഇവിടുത്തെ ന്യൂസിലാൻഡിലെ നിയമമാണ് ഈ കൊച്ചിനെ കാർ സീറ്റിൽ ഇരുത്തണം എന്നുള്ളത്. ഇവളാദ്യം ഇവിടെ പുറകിൽ കെട്ടി വലിച്ചു നോക്കണം. ഭയങ്കര വൃത്തക്കേടാണ്. ഇതാകുമ്പോ പുറകിൽ അവിടെ ഇരുന്നോളും അടങ്ങി. അയ്യോ, ഓക്കെ ഗൈസ്, അങ്ങനെ കൊച്ചിനെ പുറകിൽ കെട്ടി വലിച്ചു വെച്ചിട്ടുണ്ട്. ഇതേ അവിടെ കിടന്ന് പിരിവിരിപ്പ് കാണിക്കണം, നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് കുഞ്ഞവിടെ അവളിവിടെ സ്വസ്ഥമായിട്ടിരിക്കുക. അപ്പൊ ഇനിയിപ്പം ഊബർ ഈറ്റ്സ് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തേ. അതെ, ഇപ്പൊ ഇതാണ് ഊബർ ഡ്രൈവർ എന്നും പറഞ്ഞൊരു ആപ്പ്. ഇത് നമ്മളിവിടെ ഓൺ ചെയ്യാ കണ്ടോ. ഇപ്പൊ UR ഓൺലൈൻ എന്നും പറഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഞാനിതിപ്പോ അങ്ങനെ എപ്പോഴും ഒന്നും ഓടാറില്ല. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ 7 വർഷം 5 മാസമായി. അതേ എടുത്തപ്പോ തന്നെ നമുക്കൊരു ഓട്ടം വന്നിരിക്കണേണ് ഗൈസ്. $5 ഒരു ഓട്ടം, അതായത് നാട്ടിലൊരു 250 രൂപ. തൊട്ടടുത്താന്ന് വന്നു. ഞാൻ ആകെ ഒരു 89 ട്രിപ്പൊക്കെ ഇതുവരെ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇതങ്ങനെ സ്ഥിരം ഓടാറില്ല. കാരണം എന്താ പറയാ, ഇപ്പൊ ഇവിടെ ഭയങ്കര, ഞങ്ങളിപ്പോ ഓക്ലാൻഡിലാണ്. ഇവിടെ ഭയങ്കര തിരക്കും ബ്ലോക്കൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോ ഒറ്റക്ക് ഒരാൾ ഓടിക്കഴിഞ്ഞാലും നമുക്ക് അധികം കാശൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ഈ പിന്നെ ഭയങ്കര എഫേർട്ട്, പിന്നെ എനിക്ക് വേറെയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടും കൂടി ഒന്നും എന്തായാലും നടക്കില്ല. അപ്പം നമുക്ക് കിട്ടിക്കുന്നത് അനബ എച്ച് എന്ന് പറയുന്നതാണ്. ഞാൻ ഇപ്പൊ ആ പേരൊക്കെ ഉണ്ട്. അവള് അത് മേടിക്കാൻ വേണ്ടി പോണേണ് ഗൈസ്. ഞാനും കുഞ്ഞിക്കുട്ടിയും കൂടി അപ്പൊ പുറകിലിരിക്കണായിരിക്കും ആ സമയത്ത്. ഇതിപ്പോ കണ്ടോ, ഇന്നിപ്പോ ഞായറാഴ്ച ദിവസമാണ്. അമ്മ പോണ സമയത്തൊക്കെ കുഞ്ഞിക്കുട്ടിക്കുള്ള ഒരു ഇളക്കമാണ് ഇത്, പ്രത്യേകിച്ചുള്ള ഇളക്കമാണ്. അമ്മ ഇപ്പൊ വരും പൊന്ന കുഞ്ഞിക്കുട്ടി, അമ്മ ഇപ്പൊ വരും. ഇത് അമ്മ പോണ സമയത്ത് മാത്രം അവൾക്കുള്ള ഒരു ഇളക്കമാണത്. ഇവിടെ ഇരുട്ടി തുടങ്ങി ഗൈസ്. ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് 5:30 ആകുമ്പോഴേക്കും ഇരുട്ട് കൂടെ. താങ്ക് യു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഓർഡറും കിട്ടി. ഇതാണ് ഓർഡർ, ഊബർ ഈറ്റ്സിന്റെ ഓർഡർ കിട്ടി. നമ്മളിനി വെരിഫൈ. ഇതായിരുന്നു നമ്മുടെ ഷോപ്പിന്റെ ആംബിയൻസ് ഒക്കെ നിങ്ങളെ ഒന്നും കൂടെ നല്ല വൃത്തി കാണിച്ചു തരാം. നമ്മുടെ കാർ എടുക്കുന്ന എവിടെയാണേ. നമ്മളപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യാണേ. വെരിഫൈ, ഓക്കെ, ഓർഡർ വെരിഫൈ. ഇതാണ് ഇനി നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്നത്. വീടിന്റെ അഡ്രസ്സ് 20B ആണ്. ഓൾറെഡി ഊബർ ഈറ്റ്സിനകത്ത് അവർ മെൻഷൻ ചെയ്യും വാതിലിൽ നോക്ക് ചെയ്യണോ അതോ ഡോറി മാത്രം വെച്ചാൽ മതിയോന്ന്. 20B ആണ് ഇത്. 20B എവിടെ? ഫൈനൽ നമ്മൾ കണ്ടുപിടിച്ചു. ആ ഓണർ ഇറങ്ങി വന്നു. എന്റെ ക്യാബൊക്കെ ഇറങ്ങിപ്പോയി. ഓണറൊക്കെ വന്നു. കൊച്ച് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു കരച്ചിലുണ്ടേ. തെക്കോടൊക്കെ നടന്ന് അരമണിക്കൂർ വ്ലോഗിങ്.
വ്ളോഗ് ചെയ്ത് കിടന്നു ആള്. ട്രാവൽ വ്ളോഗാ. മെയിൻ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസും നിങ്ങളുടെ കാറ് 2000 വർഷത്തിന് മേളിലുള്ളതായിരിക്കണം. അപ്പൊ ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഹൈബ്രിഡ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ചെറിയ വണ്ടികളാണ് ഈ ഊബർ ഈറ്റ്സ് ഒക്കെ ഓടാൻ നല്ലത്. ഇതിപ്പോ ഞാനും വൈഫും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കുള്ള ഇപ്പൊ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൊച്ചു കരയുമ്പോ ഈ ഓട്ടോ ഒക്കെ നിർത്തും. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ മെയിൻ ആയിട്ട് ഓടാത്തത്. നിങ്ങൾക്കപ്പോ ഒറ്റക്ക് ഓടുന്ന ഒരാൾക്ക് ചെറിയൊരു വണ്ടിയാണെങ്കിൽ ഇത്രയും കൂടി ഓടാനും അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാനും എല്ലാത്തിനും എളുപ്പമായിരിക്കും. നല്ലൊരു കാര്യമാണ് ഇത് ഊബർ ഈറ്റ്സ് ഓടാന്നുള്ളത്. നിങ്ങൾക്ക് സൈഡ് വഴി ഒരു പോക്കറ്റ് മണി എന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഊബർ ഈറ്റ്സ് ഓടാൻ. പക്ഷെ എന്റെ ഹസ്ബൻഡ് ചില നേരങ്ങളിൽ കുറച്ച് ലേസി അല്ലേ, ഇടയ്ക്ക് കുറച്ച് ലേസിയാണ്. അപ്പൊ ഞാനാണ് ഇടയ്ക്ക് ഞങ്ങൾ വന്ന സമയത്ത് അതായത് എന്റെ ജോലിയൊക്കെ സെറ്റ് ആവുന്ന മുമ്പായിട്ട് ഞങ്ങൾ ഊബർ ഈറ്റ്സ് ഓടാൻ പോകുമായിരുന്നു. പ്രത്യേകിച്ച് 2 പേരാകുമ്പോഴാണ് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഊബർ ഈറ്റ്സ് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നത്. കാരണം പല കടകളിലായിരിക്കും നമ്മൾ വേഗം ചെന്നിട്ട് സാധനം അവിടെ നിന്ന് പിക്ക് ചെയ്യണം, വേഗം വണ്ടി വെക്കണം, വേഗം സ്ഥലത്ത് എത്തിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ള കാരണം. പിന്നെ സംടൈംസ് ചില സ്ഥലങ്ങളിൽ നമുക്ക് പാർക്കിംഗ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഓടി വേണം. അത് നമ്മുടെ ഡിപ്പെൻസ് ആണ്. ചില നേരങ്ങളിൽ ചില കസ്റ്റമേഴ്സ് മൾട്ടിപ്പിൾ സാധനങ്ങൾ പറയാറുണ്ട്. അപ്പൊ അവിടുന്ന് ക്യാരി ചെയ്തെടുത്തിട്ട് വന്നിട്ട് നമ്മള് നമ്മുടെ കാർ എവിടെയാണ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അവിടെ ചെന്നിട്ട് കാറി വെച്ചിട്ട് വേണം പോകാനും എടുക്കാനും, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടാ, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊബർ ഈറ്റ്സ്. ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് നമുക്ക് മണിക്കൂറിൽ ഇപ്പൊ ഇവിടുത്തെ മിനിമം ഇന്നിപ്പോ 2024 ഇവിടുത്തെ മിനിമം പേ എന്ന് പറയുന്നത് 23.50 ഈ 23.50 തന്നെ നമ്മളിപ്പോ ഈ ഊബർ ഈറ്റ്സ് ഓടിയാലും കിട്ടുള്ളൂ. പിന്നെ ഇതില് നമുക്കുള്ള ചെലവെന്ന് പറഞ്ഞാൽ പെട്രോൾ ചെലവുണ്ട്. നമുക്ക് ഈ പെട്രോൾ അടിച്ചു കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഓട്ടം തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ ആയി. ഒരു മണിക്കൂറിൽ ഞങ്ങൾക്ക് ആകെ കിട്ടിയത് ഇപ്പൊ $9.18 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു മിനിമം പേ പോലും നമുക്ക് കിട്ടണില്ല ആക്ച്വലി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓടാൻ അധികം ഞാൻ പ്രിഫർ ചെയ്യാത്തത് ബേസിക്കലി. പക്ഷെ ഇടക്കും തലക്കും എന്താ പറയാ, നമ്മുടെ ഒഴിവ് നേരങ്ങളിൽ വെറുതെ ഇരിക്കണ നേരത്ത് 10 പൈസ നമ്മുടെ കയ്യിൽ വന്നതിൽ എന്താ കുഴപ്പം? അപ്പൊ അങ്ങനെ ഓടാൻ നല്ലതാണ്. കണ്ടോ, നമുക്കിപ്പം കിട്ടിയേക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് റെനി പി എന്ന് പറയുന്ന ഒരാളുടെയാണ്. ഇത് നമുക്ക് സിറ്റിയിലേക്കുള്ളതാണേ ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ലൊക്കേഷൻസ് ഒന്നും അറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഇതൊരു ചൈനീസ് ഷോപ്പാ. ഇവിടെ ചൈനീസ് ഷോപ്പിന്റെ പേരുണ്ട് 930. നമുക്ക് നോക്കാം എവിടെയാ 930 എന്നുള്ളത്. Let me check 930. Yes, right. Entrance ആണ്. Hi, Reni P. Yeah. 991B5. Yeah. Thank you. Yeah, sure. അയ്യോ, എന്റെ മടിയിലാണ് ഈ റെനിയുടെ പാപ്പ ഭയങ്കര ചൂടായിട്ടിരിക്കുന്നത്. എന്റെ മടി ചൂടെടുക്കുന്നേ, എന്റെ മടി നല്ല രീതിയിൽ ചൂടെടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് ഒരു ഓട്ടം കൂടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആ ഓട്ടം കൂടി പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പോണത്. അത് തൊട്ടടുത്ത് തന്നെയാണ്. ഇതും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ ഓട്ടോ ഒക്കെ വൈൻഡപ്പ് ചെയ്യും. കണ്ടോ, നമുക്ക് മോർഗൻ ജെ എന്ന് പറയുന്ന അണ്ണനാണോ അണ്ണിയാന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ എന്തായാലും വിളിക്കാം. പുള്ളിക്കാരത്തിയുടെയാണ്. അപ്പൊ നമുക്ക് അടിപൊളി സ്പോട്ടെ. റാപ്പിറ്റി ബാർ, back to the kitchen. This is back to the kitchen. നമുക്ക് നോക്കാം. This is back to the kitchen. Yeah, let's go and ask them. Okay. Hi. Yeah, Morgan J. Yeah. Thank you. അപ്പൊ അങ്ങനെ നമ്മുടെ സാധനമൊക്കെ കിട്ടി. കണ്ടോ, നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു ബാറാണെന്ന് തോന്നുന്നു. പേരൊന്നും ഇല്ല. അവിടെ ഒരു അപ്പാപ്പനും അമ്മമ്മയൊക്കെ ഇരുന്ന് ചില്ല് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങ് ദൂരെ ഒരു സംഭവം കാണുന്നുണ്ടോ? അത് ഞാൻ ഇപ്പൊ ഇങ്ങനെ തൊട്ട് കാണിക്കാതെ. അത് ദുബായിയുടെ ഈഫിൾ ടവർ എന്ന പോലെ ന്യൂസിലൻഡുകാരുടെ സ്വകാര്യ അഹങ്കാരം സ്കൈ സിറ്റിയുടെ ടവർ ആണേ. ഇതുവരെ നമുക്ക് അങ്ങനെ മുകളിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി പോകണം. അതെ, എനിക്കൊരു തെറ്റ് പറ്റി. ദുബായിയുടെ
ഗൈസ് അങ്ങനെ മിന്റു അത് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോണ്ട്. ഇത് തൊട്ടടുത്ത് തന്നെയാണ്. ഇതും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഓട്ടോ ഒക്കെ വൈൻഡ് അപ്പ് ചെയ്യണേ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ തിരിച്ച് വീടെത്തി. നമ്മുടെ കുഞ്ഞുകുട്ടിയാണെങ്കിൽ പുറകില് നല്ല ഉറക്കമാണ്. ഇത് ഇവിടെ കിടന്ന് നല്ല സുന്ദരമായിട്ട് ഉറക്കണം. ഇനി അവളെ കൊണ്ടുപോയി കിടത്തണം. അപ്പൊ ഇന്ന് ഞങ്ങള് ഊബർ ഓടി ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ 70.95, നാട്ടിലൊരു 3500 രൂപ. പക്ഷെ ഇത് 3.5 മണിക്കൂർ ഓടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ കാശ് കിട്ടിയത്. ഇത് സത്യം പറഞ്ഞ ഇവിടുത്തെ മിനിമം പേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂർ പണിയെടുത്ത് ഇവിടെ കിട്ടുന്ന $23.5. നമ്മൾ ഈ ഊബർ ഇപ്പൊ ഓടിയിട്ടും അത്ര പോലും കിട്ടിയില്ല. പിന്നെ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് ഇട്ട് ഓടിക്കും. അവിടുന്ന് നമ്മൾ റിട്ടേൺ വന്നിട്ട് വേണം വേറെ ഓട്ടോ ഒക്കെ എടുത്ത് പോകാൻ. പിന്നെ പെട്രോൾ ചെലവ്, ഇങ്ങനെയുള്ള കുറെ എക്സ്പെൻസ് ഇതൊക്കെയുള്ളൂ. അപ്പൊ ഇന്നത്തെ വിശേഷം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്. ആയിക്കോട്ടെ.